കൊച്ചിയിൽ അന്തർസംസ്ഥാന കവർച്ചാ സംഘം എന്ന് സംശയിക്കുന്നവർ പിടിയിൽ. രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറിയിലെത്തിയ 3 അംഗ സംഘമാണ് പിടിയിലായത്. കസ്റ്റഡിയിലിരിക്കെ സ്റ്റേഷനിൽ നിന്ന് ശുചിമുറിയുടെ ജനൽ പൊളിച്ച് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളെ സമീപത്ത് നിന്ന് പിടികൂടി. സംഘത്തിന് ഹരിയാനയിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ മേവത് ഗ്യാങ്ങുമായി ബന്ധമെന്നും സംശയമുണ്ട്. തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ ഗുരുവാര പള്ളിയിൽ നിന്നും ഇന്നലെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് കണ്ടെയ്നറിലെത്തിയ സംഘം മോഷ്ടിച്ചത്. മോഷ്ടിച്ച ശേഷം 20 കിലോമീറ്റർ അകലെ ഉപേക്ഷിച്ച കാർ തമിഴ്നാട് പോലീസ് ഇന്ന് രാവിലെ കണ്ടെടുത്തു. ഹരിയാനയിലെ കുപ്രസിദ്ധ മേവത് ഗ്യാങ്ങിന് സമാനമായ മോഷണമാണ് നടന്നതെന്നും മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് സംഘം ATM കൊള്ളയടിക്കാൻ സാധ്യതയുണ്ടെന്നും തമിഴ്നാട് പോലീസ് കേരള പോലീസിന് വിവരം കൈമാറിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുലർച്ചെ 4:30യോടുകൂടി നെട്ടൂരിൽ നിന്ന് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നറും 3 പേരും പിടിയിലാകുന്നത്. AC ഇറക്കുമതിയുടെ മറവിൽ കവർച്ച നടത്താനുള്ള ശ്രമമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നമ്മളിപ്പോൾ കോടതി ഹാജരാക്കുന്നുണ്ട് ഇവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമിഴ്നാട് പോലീസ് ബാക്കി നടപടികൾ അവർ കോടതി വഴി ചെയ്തു. അത് ഓരോരുത്തരുടെയും സ്റ്റേഷനിലെ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് അവരുടെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയിട്ടില്ല. കേസുണ്ട്. 3 പേരെ പിടികൂടി തുടർ നടപടികൾ സ്വീകരിച്ചു വരുമ്പോഴായിരുന്നു ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ ജനൽ പൊളിച്ച് രക്ഷപ്പെട്ടത്. മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിൽ സ്റ്റേഷന് സമീപമുള്ള പ്രദേശത്ത് നിന്ന് പ്രതിയെ പിടികൂടി. ACകളും അനുബന്ധ ഉപകരണങ്ങളും ഗ്യാസ് കട്ടറുകളും ലോറിയിൽ നിന്ന് കണ്ടെടുത്തു. ലോറി വിശദമായി പരിശോധിച്ചു വരികയാണ്. ഉന്നത പോലീസ് സംഘം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നുമുണ്ട്. മീഡിയ 1 കൊച്ചി.